ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സിനിമാ സംഘടനകളുടെ പ്രതികരണം വൈകും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസ് നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഓരോ സംഘടനയും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അറിയിക്കേണ്ടതാണ് ശരിക്കും. സിനിമാ താരങ്ങളുടെ അമ്മയടക്കമുള്ള സംഘടനകൾ. പക്ഷേ അമ്മയ്ക്കകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഭിന്നത തുടരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സാലി, നമ്മളിപ്പോൾ ഇതിൻ്റെ നിയമവശങ്ങളാണ് ചർച്ച ചെയ്തത്. ഒപ്പം തന്നെ ഇതിൻ്റെ മറ്റ് ചില വിഷയങ്ങൾ, അതായത് ഈ കഴിഞ്ഞ കുറേ അധികം വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയായി നൽകിയിട്ടുള്ളത്. അതായത് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എടുത്ത് പരിശോധിച്ചാൽ നിലവിലെ ഒരു സിനിമാ സാഹചര്യവും ഇതിൽ പറയുന്ന സിനിമാ സാഹചര്യവും സാലി കൊച്ചിയുമായെല്ലാം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട സാഹചര്യം സിനിമാ മേഖലയിൽ വന്നിട്ടുണ്ടോ? അതോ ആകെ മോശം അല്ലെങ്കിൽ കുത്തഴിഞ്ഞു എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ടോ സാലി? ഷമ്മി, സിനിമാ മേഖല പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് സാങ്കേതികമായും അല്ലാതെയും വലിയ തോതിൽ പരിഷ്കാരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ത്രീകളോടുള്ള സിനിമാ മേഖലയുടെ സമീപനം ഇപ്പോഴും പരിഷ്കൃതമല്ല എന്ന് തന്നെയാണ്. അത് മുൻപ് പലതരത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ വേറൊരു തരത്തിൽ, അല്ലെങ്കിൽ അത് ഏറിയും കുറഞ്ഞും കാലങ്ങൾ മാറിയിട്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന ഒരു ദുരവസ്ഥ സിനിമാ മേഖല നേരിടുന്നു. മലയാള സിനിമയുടെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലെ മറ്റ് ഭാഷാ സിനിമകളിലും ഇതേ പ്രശ്നമുണ്ടെന്നാണ് മറ്റുള്ളവരിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രശ്നമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ പ്രശ്നം, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഈ വിഷയത്തിൽ സിനിമാ മേഖല ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിനുവേണ്ടിയാണ് ഈ സിനിമാ പ്രവർത്തകർ, അതായത് സ്ത്രീകളടക്കമുള്ളവർ കമ്മിറ്റി മുമ്പാകെ വിവരങ്ങൾ കൈമാറിയത്. അതൊരു മൊഴി കൊടുക്കലോ തെളിവ് നൽകലോ ഒന്നുമല്ല. കുറേ വിവരങ്ങൾ പറഞ്ഞു കമ്മിറ്റി മുമ്പാകെ. ഇങ്ങനെയൊക്കെ ഈ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട്, കുറേ നാളുകളായി നടക്കുന്നതാണ്. തങ്ങളെ പലതരത്തിൽ ലൈംഗികമായി അല്ലാതെയും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, സേവന വേതന വ്യവസ്ഥകളിൽ ലിംഗഭേദമുണ്ട്, അതടക്കം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ പരിഗണിക്കാവുന്നവ സർക്കാർ പരിഗണിച്ചുകൊണ്ടേയിരിക്കുന്നു, പരിശോധിക്കാൻ അതാണ് ചോദിച്ചത്. അതായത് ഇപ്പോൾ സാലി പറഞ്ഞു, അതായത് ഇപ്പോൾ എക്സ്ട്രാ നടികൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ, അവർക്ക് ഒരു ദിവസം 500 രൂപയോ അല്ലെങ്കിൽ 600 രൂപയോ കൂലി പറഞ്ഞ് കൊണ്ടുവന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ അവർക്ക് ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം, അതിനെക്കുറിച്ചൊക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് 25 ദിവസം ഷൂട്ടിങ്ങിന് വിളിച്ചുകൊണ്ട് പോയി 32 ദിവസം ഷൂട്ട് ചെയ്യിപ്പിച്ച് അവസാനം പോരാൻ നേരം 8000 രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലും കണ്ണിൽ ചോരയില്ലാത്ത രീതിയിലുള്ള ചൂഷണം നടക്കുന്നുണ്ടോ? അതോ കുറച്ചുകൂടി ഈ മേഖല, ഈ തൊഴിൽപരമായ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടോ? അതല്ല, മൊത്തത്തിൽ ഇതിപ്പോൾ വരുമ്പോൾ മൊത്തത്തിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം പൊതുവായി സമൂഹത്തിൽ വളരെ മോശപ്പെട്ട ഒരു ഇമേജ് ഈ സിനിമാ മേഖലയെ സംബന്ധിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് സാലി. അതായത് അത്ര കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം ആർട്ടിസ്റ്റുകൾ ഒക്കെ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അത് അവരുടെ സേവന വേതന വ്യവസ്ഥകളിലടക്കം വരും. അതൊക്കെ പരിഹരിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അത് സർക്കാർ സ്ഥിരമായി അതിനുള്ള നിയമപരമായ സാധ്യതകൾ പരിശോധിക്കുകയാണ്. സിനിമാ നയം പ്രഖ്യാപിക്കാൻ പോകുന്നു, സിനിമയുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതികളിലേക്ക് സർക്കാർ കടക്കുന്നു, കോൺക്ലേവ് നടത്താൻ പോകുന്നു, ഈ സിനിമാ സംഘടനകളെയും അല്ലാത്തവരെയും നിയമവിദഗ്ധരെയൊക്കെ പങ്കെടുപ്പിച്ച് അതിൻ്റെ നിയമ സാധ്യതകൾ പരിശോധിക്കാൻ പോകുന്നു. അത്തരം നടപടികളെല്ലാം ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. സർക്കാർ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷം മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്. അത് മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും പലതവണ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, പരിശോധിക്കേണ്ടയും പരിഷ്കരിക്കേണ്ടയും കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നല്ല ബോധ്യം സർക്കാരിനുണ്ട് എന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലാണ് ഇപ്പോൾ വിവാദം. ആദ്യത്തെ പാർട്ടി സേവന വേതന വ്യവസ്ഥകൾ, മറ്റ് സാമൂഹിക സാഹചര്യങ്ങളൊക്കെ പരിഷ്കരിക്കപ്പെടേണ്ടതാണെന്നും പരിഷ്കരിക്കുന്നുണ്ടെന്നും ഒക്കെ കാര്യം ഈ വിവാദം ഉണ്ടാക്കുന്ന ആളുകളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ പാർട്ടിയിലാണ് പ്രശ്നം. അതെന്താണ്? അത് ഈ ലൈംഗിക പീഡനം, ലൈംഗികമായി ചൂഷണം അടക്കമുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് പ്രശ്നം. അതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള സർക്കാരിന് നിലപാടുണ്ട്. പക്ഷേ അതിനുള്ള പരിമിതി എന്ന് പറയുന്നത് പരാതിയില്ല എന്നുള്ളത് നമ്മൾ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നതാണ്. അതിൻ്റെ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ കോടതി ഇന്നലെ അത് പരിശോധിച്ചിട്ട് നേരിട്ട് കേസെടുക്ക്, അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിട് എന്നൊന്നും കോടതി പറഞ്ഞില്ല. കോടതി പറഞ്ഞത് ഇതിൻ്റെ സാധ്യത എന്താണെന്ന് നിയമപരമായി പരിശോധിക്കാൻ എന്നും മാത്രമാണ്. ഇതിൻ്റെ നിയമം, ഇങ്ങനെ ഒരു വിവരം സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയ
എല്ലാവരും പിടിച്ച് അകത്തിടാം എന്നാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമെങ്കിൽ ഇന്നലെ കോടതി പറയുമായിരുന്നു, ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖും ജസ്റ്റിസ് എസ് മനു അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. പരിണിതപ്രജ്ഞരായ 2 ജഡ്ജിമാരാ. അതിനപ്പുറം ഈ ശുപാർശ നൽകിയത് തന്നെ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹേമയാണ്. അപ്പൊ ഇവർക്കൊന്നും നിയമം അറിയാത്തവരല്ല, നിയമം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ റിപ്പോർട്ട് നൽകിയത്. ഈ ഹേമ റിപ്പോർട്ട് നൽകിയതും കോടതി ഈ കേസ് പരിഗണിച്ചതും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്താ കേസെട് എന്ന് കോടതി പറയാതിരുന്നത്. അപ്പൊ ഈ രാജ്യത്ത് ഇത്തരം സംഭവങ്ങളിൽ നിലനിൽക്കുന്ന നിയമം എന്താണ് എന്ന നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളെ നടക്കൂ. നമുക്കൊക്കെ പല ആഗ്രഹങ്ങളും കാണും, ഈ പേര് പറഞ്ഞ ആളുകളെ പലർക്കും ആഗ്രഹം കാണും. അത് എൻ്റെ ഒരു സംശയം, അതായത് ഈ ഒരു കാലഘട്ടത്തിന് മുമ്പ് ശരിയാണ് ഒരു സംവിധായകൻ ഇത്തരത്തിൽ മുറിയിലേക്ക് വിളിക്കുകയോ മുറിയിൽ തട്ടുകയോ ഒക്കെ ചെയ്താൽ നിശബ്ദമായി സഹിച്ചു പോകുന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വന്ന കാലത്ത് നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ പിറ്റേന്ന് പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു യുവതലമുറയാണ് ഇവിടെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അവർ ഒന്നുകിൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൃത്യമായി അവർ പരാതി കൊടുക്കും, അല്ലെങ്കിൽ ബന്ധപ്പെട്ട പോലീസിനെ അവർ സമീപിക്കും. അതുകൊണ്ട് ഈ വന്ന അതിൽ എൻ്റെ ഒരു സംശയം, ഈ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഒരു സാധനം ആ റിപ്പോർട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. സാലി, പക്ഷെ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇതിൽ യുവതാരങ്ങളടക്കം അവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിൽ ജനറേഷൻ ഗ്യാപ്പിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇപ്പോഴും നിലനിൽക്കുന്ന ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൽ ഏറ്റവും പ്രകടമായൊരു ഉദാഹരണം പറയാം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളും വലിയ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ WCC രൂപപ്പെടുന്നു. ആ WCCയിൽ ആക്റ്റീവായി എത്ര നടിമാർ ഇപ്പോൾ സിനിമാ മേഖലയിൽ സജീവമായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഒരു നടി അഭിനയിച്ച സിനിമയുടെ ആ WCCയിൽ ആക്റ്റീവായിരുന്ന ഒരു യുവനടി അഭിനയിക്കാൻ അവർക്ക് അവസരം ലഭിച്ച സിനിമകളുടെ എണ്ണം 3 കഴിഞ്ഞ 5-6 വർഷത്തിനിടയിൽ. അതിനു മുമ്പ് ഒരു വർഷം തന്നെ 10-15 സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടിയാണ്. അപ്പോൾ ഇപ്പം കാലം മാറിയെങ്കിലും സിനിമാ മേഖലയിലെ ഈ പിന്തിരിപ്പൻ മനോഭാവത്തിന് സമീപനങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് സർക്കാരും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ കോൺക്ലേവിലേക്ക് കടക്കുന്നത്. നിങ്ങൾ നാടാകെ പരിഷ്കരിക്കപ്പെടുന്നു, സമൂഹം ആകെ പരിഷ്കരിക്കപ്പെടുമ്പോൾ സിനിമ മാത്രം പരിഷ്കരിക്കപ്പെടാതെ പോകുന്നത് ശരിയല്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്, മന്ത്രിമാർക്കുണ്ട്. അതുകൊണ്ടാണ് കോൺക്ലേവ് വിളിക്കാനും അത് പരിഹരിക്കാനും ചർച്ച ചെയ്യാനും തീരുമാനിച്ചത്. പക്ഷേ കോൺക്ലേവേ വേണ്ട എന്ന് പറയുന്നവരോട് സർക്കാരിന് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതാണ്, പിന്നെ ആരോട് ചർച്ച ചെയ്യും? ഇത് സംഘടനകളല്ലേ ഇതിൻ്റെ ഔദ്യോഗികമായ അതോറിറ്റികൾ എന്ന് പറയുന്നത്. സംഘടനകളുടെ നിലപാടല്ലേ. വഴിയിൽ നിൽക്കുന്ന ആരെങ്കിലും വിളിച്ചൊരു വിഷയം ചർച്ച ചെയ്യാൻ പറ്റുമോ? ആ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അംഗീകാരമുള്ള സംഘടനകളുണ്ട്. അതിൽ ചില ആളുകൾക്ക് ചില ദുസ്വഭാവങ്ങളുണ്ടാവും, ചില ആളുകൾ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാവും. പക്ഷേ അതുകൊണ്ട് മാത്രം ആ സംഘടനയെ ചർച്ചയ്ക്ക് വിളിക്കുകയേ വേണ്ട എന്ന നിലപാട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരിന് തീരുമാനിക്കാൻ കഴിയില്ല. അപ്പം സർക്കാർ അവരെയും കൂടെ വിളിച്ചു കൂട്ടി ആ പ്രശ്നം, ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് നേരിടുന്ന ആ പ്രശ്നം, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെമഡി, അത് നേടാൻ വേണ്ടിയുള്ള ശ്രമം സർക്കാർ ഒരു വശത്ത് മുന്നോട്ട് കൊണ്ടുപോകുക. പക്ഷേ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നത് അതല്ല. ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ആരോപണ വിധേയർക്കെതിരായി ക്രിമിനൽ കേസാണ്. ആ ക്രിമിനൽ കേസ് എടുക്കാനുള്ള പരിമിതിയാണ് സർക്കാർ നിരന്തരം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പരാതി നൽകാൻ ആരില്ല. പരാതി നൽകിയാൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂ. ഇത് പോക്സോ കേസല്ല. പോക്സോ കേസാണെങ്കിൽ ശരിയാ, പോക്സോ കേസാണ് 18 വയസ്സിൽ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ലൈംഗികമായോ അല്ലാതെയോ ദുരുപയോഗിക്കപ്പെട്ടു എന്ന് ആരറിഞ്ഞാലും, അത് ഞാനാണെങ്കിലും ആരാണെങ്കിലും പുറത്തു നിൽക്കുന്ന ആരാണെങ്കിലും, ആ കുട്ടിയെ പരിശോധിച്ച ഡോക്ടറാണെങ്കിലും, കുട്ടി വഴിയിൽ നിൽക്കുന്നത് കണ്ട ആളാണെങ്കിലും, അത് നിയമത്തെ അറിയിക്കാൻ അല്ലെങ്കിൽ നീതിന്യായ സംവിധാനത്തെ അറിയിക്കാൻ, പോലീസിനെ അറിയിക്കാനുള്ള നിയമപരമായ ബാധ്യത ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. അതാണ് പോക്സോ പറയുന്നത്. പക്ഷേ ഇതിൽ പോക്സോ അല്ല, ഇതിൽ പ്രായപൂർത്തിയായ ചലച്ചിത്ര താരങ്ങൾ ആണ് ഇത്തരം ഒരു ആക്ഷേപവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പോക്സോ ഇവിടെ നിലനിൽക്കില്ല. ഇവിടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന IPC അല്ലെങ്കിൽ പുതിയ നിയമ സംവിധാനം, അതിനനുസരിച്ച് ഉള്ള നടപടികളെ സാധ്യമാകൂ. ആ നടപടികൾ സാധ്യമാണെങ്കിൽ FIR ഇടണം. FIR ഇടണമെങ്കിൽ FIS വേണം, അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് വേണം. വിഷയങ്ങൾ സ്വാഭാവികമായും ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു തീർപ്പ് ഈ കാര്യത്തിൽ ഉണ്ടാകും. എന്തായാലും കേരളത്തിലെ സിനിമാ മേഖലയെ സംബന്ധിച്ച് പഴയ ആ ഒരു സമ്പ്രദായം അവസാനിപ്പിക്കണം എന്നൊരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിപ്രേക്ഷ്യത്തിലേക്ക് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം.